ജോസഫിനെ പറ്റി ഏറ്റവും കൂടുതൽ വന്ന വിമർശനം അവയവദാനത്തിനെ കുറച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇതിൽ എന്താ പറയാനുള്ളത്? എപ്പോഴും വരാറുള്ള ഒരു വിമർശനം കൂടിയാണ്. അത് പറഞ്ഞാൽ കോമഡിയാവും. മറ്റേ ഇത് പറയുന്ന കണക്കാണ്, ഇന്ന് ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ പാർട്ടിക്കാർ പറഞ്ഞ കണക്ക് ഞാനതിൽ ഖേദിക്കുന്നു എന്നല്ല, തീർച്ചയായും അന്നോട്ടുള്ള ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എല്ലാ വിഭാഗത്തിലും ഞാൻ, എനിക്ക് തോന്നുന്നു എന്നെ വിളിച്ച കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവരുടെ ഇതിന് പോയിട്ട് തന്നെ ഞാൻ അത് തെറ്റുപറ്റിയാണ്, നമ്മൾ അങ്ങനെയല്ല കണ്ടത്. കാരണം അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ഫേക്കാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരാളുടെയും തലക്കിട്ട് ചുറ്റി കൊണ്ടടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയി ഓർഗണൊന്നും എടുക്കാനോ ബ്രെയിൻ ഡെഡോ ഒന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആൾക്കാർ അങ്ങനെ അതിനെ റിയലിസ്റ്റിക് കാണുമെന്നാണ് പ്രശ്നം. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നം പറ്റിയത് ഞാൻ പോലീസുകാരനായതുകൊണ്ട് ജനം അതിനെ അങ്ങനെ വിശ്വസിക്കപ്പെട്ടു. അവിടെയാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത്. എന്റെ പ്രൊഫഷൻ കൊണ്ടാണ്. നേരെ മറിച്ച് ഞാൻ പോലീസുകാരനല്ലാത്ത ഒരു റൈറ്റർ എന്ന സിനിമ എഴുതിയിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമില്ല. ആളാണെങ്കിൽ അത് വളരെ ഓക്കെ ആയിട്ട് വന്നത്. ഇപ്പം ഞാൻ വന്നപ്പം ഞാൻ എവിടെയോ കണ്ട റിയൽ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് റിയൽ എന്ന് പറഞ്ഞു, അങ്ങനെ ആൾക്കാർ തെറ്റിദ്ധരിച്ചാണ്. അല്ലാതെ എനിക്കതിൻ്റെ അകത്ത് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും നിങ്ങൾ നോക്കിയാൽ അറിയാം, ജോസഫിനെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും എനിക്ക് ഖേദമുണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.